നേപ്പാളിൽ കുടുങ്ങിക്കിടക്കുന്നവരിൽ എറണാകുളം മുളന്തുരുത്തി നിർമ്മല കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. ട്രെയിനിൽ കയറി നേപ്പാളിലെത്തുന്ന ആ ഒരു 2-3 ദിവസം മുഴുവനും ഞാനിങ്ങനെ ട്രെയിനിൽ കൂടെ കുനുകുനെ കുറുനിരകൾ പാട്ടും പാടിക്കൊണ്ട് നടക്കായിരുന്നു. അവിടെ യോദ്ധ ഷൂട്ട് ചെയ്ത് ലൊക്കേഷനിൽ പോയിട്ട് ഡാൻസൊക്കെ കളിച്ച് റീലെടുക്കുന്ന സ്വപ്നമൊക്കെ കണ്ട് ഒരു കിടിലൻ നേപ്പാൾ യാത്ര. ഒരുപാട് നാളത്തെ പ്ലാനിങ്. അതായത് ഒരു കോളേജിൽ നിന്ന് കുട്ടികളെ കൊണ്ട് ട്രിപ്പ് പോകുകയെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സ്ഥിരം സോളോ ട്രിപ്പ് പോലൊന്നും പരിപാടി നടക്കത്തില്ല. കുട്ടികളുടെ പെർമിഷൻസ്, അതിൻ്റെ ഫണ്ട്, പ്ലാനിങ്, ഫുഡ്, അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ട്, അങ്ങനെ ഒരുപാട് തലവേദനകൾ. അതിൻ്റെ ഇടയ്ക്ക് എത്ര പ്രശ്നങ്ങൾ വന്നു, എത്ര തവണ ഡേറ്റ്സ് മാറി, എത്ര തവണ ഫണ്ട് അലോക്കേഷൻ മാറി. അവസാനം ഒരു വിധത്തിൽ മിസ്സാവാൻ പോകുന്ന ട്രെയിനിൽ ഓടിച്ചാടി കയറി നേപ്പാളിലെത്തിയ ശേഷം പിന്നെ അവിടെ ഉണ്ടായ ജഗപുക എന്താ പറയേണ്ടത്. ശ്രീ ലാലു പി ജോയ്, എന്താണ് സാഹചര്യം? കോളേജ് ഇന്റർനാഷണൽ സ്റ്റുഡന്റ് എക്സ്ചേഞ്ചിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ മുളന്തുരുത്തി നിർമ്മല കോളേജിൽ നിന്ന് വന്നതാണ്. ആ സമയത്ത് ഇതൊക്കെ റിവീൽ ചെയ്യുന്നതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ആ ഒരു സമയത്ത് മീഡിയ ന്യൂസൊക്കെ ബ്രേക്ക് ചെയ്ത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, MP-യുടെ ഓഫീസിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഇടപെട്ടൊരു കേസായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് മീഡിയക്കാരുടെ ഭാഗത്തു നിന്ന് നമ്മൾ എന്ത് പോസ്റ്റ് ചെയ്താലും എന്ത് ന്യൂസ് കൊടുത്താലും അതൊക്കെ മീഡിയ എടുത്ത് ആഘോഷിച്ച് ഭയങ്കര വൈറലാക്കുന്നൊരു സാഹചര്യമായിരുന്നു. പക്ഷേ കുട്ടികളെയും കൊണ്ട് പോകുന്ന ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് എനിക്കതൊന്നും അന്ന് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എന്നാൽ പിന്നെ ആ നേപ്പാൾ യാത്രയുടെ കഥ ഇപ്പോൾ ഒന്ന് പറഞ്ഞാലൊന്നൊരു ഐഡിയ തുടങ്ങാം അല്ലേ. ഒരു ഇൻ്റർനാഷണൽ ഹിസ്റ്ററിയുടെ ഭാഗമാവുക, അത് വിറ്റ്നസ് ചെയ്യുക എന്നുള്ളതൊക്കെ മനസ്സിൽ പോലും ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തായിരുന്നു.